നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്. രാജ്ഭവനിൽ നിന്ന് റോഡ് മാർഗം പാങ്ങോട് മിലിറ്ററി ഏരിയയിലെത്തി ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് നഗരത്തിലെമ്പാടും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. തുറമുഖത്തിൻ്റെ സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു. വിഴിഞ്ഞത്ത് കടലിലും നേവിയിലും കോസ്റ്റ് ഗാർഡും കാവലൊരുക്കിയിട്ടുണ്ട്. അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ 10,000 പേരെത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തലസ്ഥാനത്തെത്തി. ഇന്നലെ വൈകിട്ട് 7:45 എയർ ഇന്ത്യ വിമാനത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി, നഗരസഭാ മേയർ, BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി നിരവധി പേരാണ് പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ എണ്ണത്തിൽ വ്യക്തതയായി. 6 ഭീകരരെയാണ് ഇന്ത്യ തിരയുന്നത്. ഇതിൽ 4 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. മറ്റ് 2 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ 6 ഭീകരർക്കായാണ് അനന്ത്നാഗ് മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇവർ ജമ്മുവിലേക്ക് കടക്കുന്നതടക്കം തെരഞ്ഞുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അനന്ത്നാഗ് മേഖല സൈന്യം വളഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്ന് അമിത് ഷാ പറഞ്ഞു. വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും ഇന്ത്യ കൃത്യമായി തിരിച്ചടിച്ചിരിക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. ദില്ലിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് അമിത് ഷാ നിലപാട് വ്യക്തമാക്കിയത്. തിരിച്ചടിക്ക് സജ്ജമാണെന്ന് സേനകളും വ്യക്തമാക്കി. പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെക്കാനും IP അഡ്രസ്സുള്ള വെബ്സൈറ്റുകൾ നിരോധിക്കാനും തീരുമാനിച്ചു. പാകിസ്ഥാന് മേൽ കൂടുതൽ ഉപരോധമേർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. തിരിച്ചടി ഭയന്ന് കറാച്ചിയിലും ലാഹോറിലും ചിലയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമഗതാഗതം തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പാകിസ്ഥാന്റെ നടപടി. ഇന്ത്യ ആക്രമിക്കുന്ന ഭയം കാരണമാണ് വ്യോമഗതാഗതം തടഞ്ഞത് എന്നാണ് സൂചന. അതേസമയം വാഗ അതിർത്തിയിലെ നിയന്ത്രണത്തെ ചൊല്ലി ഇന്ത്യ-പാക് തർക്കം. പാക് പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചു. പട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻ പൗരന്മാരെ കടത്തിവിടുന്ന ഇന്ത്യ തുടരും. അതിർത്തി ഇന്നലെ മുതൽ അടക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും പാകിസ്ഥാനികളെ മടക്കി അയക്കാനായി ഇന്ന് തുറക്കും. ആശാസമരത്തിൻ്റെ ഭാഗമായി തൃശൂർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് കലാമണ്ഡലം വൈസ് ചാൻസലർ മല്ലിക സാരാഭായ്. ആശാമാരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ അയച്ചുകൊടുത്ത് സമരം ഉദ്ഘാടനം ചെയ്തു.